എവ്രിവൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ്, മിഡ് ക്യാപ് നിഫ്റ്റി അനലൈസിസ്, CUME അനലൈസിസ്, നാളത്തേക്കുള്ള അനലൈസിസ് ആണ്. ദാറ്റ് മീൻസ് മൺഡേത്തേക്കുള്ള അനലൈസിസ് ആണ്. ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. ലേൺ ചെയ്യുകയാണ് നമ്മുടെ സ്ട്രാറ്റജി. ഓക്കെ, സോ ഫസ്റ്റ് നിഫ്റ്റി ചാർട്ട്സിലേക്ക് കിടക്കാം. നിഫ്റ്റി ചാർട്ട് നമ്മുടെ ABC സ്ട്രക്ചറാണ്. ലാസ്റ്റ് വീക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ABC സ്ട്രക്ചറിലേക്കാണ് മാർക്കറ്റ് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ആ ABC സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ABCയിലേക്ക് പോകാം. ABC. സോ ഇതാണ് നമ്മുടെ 0, ഇത് A, ഇത് B and C ആണ് നമ്മുടെ ഓൺ ഗോയിങ്. ഓക്കെ, ഇതാണ് നമ്മുടെ ABC സ്ട്രക്ചർ കൗണ്ട് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. റൈറ്റ്. സോ ABC സ്ട്രക്ചർ മാർക്കറ്റ് ABC സ്ട്രക്ചർ മീൻസ് എന്താണെന്ന് കറക്ഷൻസ് ആണ്. ദാറ്റ് മീൻസ് ഇമ്പൾസീവ് മൂവ്, ഹ്യൂജ് മൂവ് കിട്ടത്തില്ല. മാർക്കറ്റ് ഹ്യൂജ് മൂവ് തരത്തില്ല, ബട്ട് യെസ് ചെറിയ മൂവ് തരുള്ളൂ. ചെറിയ മൂവ്സ് നമ്മൾ ക്യാപ്ചർ ചെയ്യണം. അതാണ് ABC കറക്ഷൻസ് എന്ന് പറഞ്ഞാൽ. അതാണ് ഇമ്പൾസീവ് മൂവ് 1 2 3 4 5. ദാറ്റ് മീൻസ് മാർക്കറ്റ് അത്യാവശ്യം നല്ലൊരു മൂവ് തരും. ആൻഡ് ഇൻ ഷോർട്ട് എന്ന് പറഞ്ഞാൽ കറക്ഷൻസ് എന്ന് പറഞ്ഞാൽ സ്കാൽപ്പേഴ്സിന് വേണ്ടിയാണ് ഓർ സെല്ലേഴ്സിന് വേണ്ടിയാണ്. ഓക്കെ, ഇമ്പൾസീവ് മൂവ് ഫോർ ഓപ്ഷൻ ബയേഴ്സ് മീൻസ് മാർക്കറ്റ് നല്ല ഈസിലി മൂവ് തരും. ഓപ്ഷൻ ബയേഴ്സ്ക്ക് അതിനകത്ത് നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇൻ ഷോർട്ട് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സിയിൽ എപ്പോഴും എത്ര മൂവ്സ് ഉണ്ടാവാറുണ്ട്? 5 മൂവ്സ് ഉണ്ടാവും സിയിൽ. ഓക്കെ, സി എപ്പോഴും 5 മൂവ്സിൽ ഉണ്ടാവാറുണ്ട്. അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഇനി ഇത് നമ്മുടെ ABC ഇവിടെ കംപ്ലീറ്റ് ആയി. ആൻഡ് ദെൻ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഇവിടെ 1 2 3 4 5 ആണ്. 1 2 3 4 5 ഇവിടെയും കംപ്ലീറ്റ് ആയി. ഇത് C ഇവിടെ ഫുൾ കംപ്ലീറ്റഡ് ആണ്. ദാറ്റ് മീൻസ് ഇത് ഒരു ഇമ്പൾസിൻ്റെ ഫസ്റ്റ് വേവ് ആയി എന്ന് പറയാം. ഫ്രം ഹിയർ ഈ ബോട്ടം ടു ഇവിടെ വരെ 1 വേവ് കംപ്ലീറ്റ് ആയി. ഇതിൻ്റെ ഇൻറ്റേർണലിൽ നിന്ന് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ 1 2 3 4 5 ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇത് ABC കറക്ഷൻ ഇത് കംപ്ലീറ്റ് ആണെങ്കിൽ 1 2 3 4 5 ദാറ്റ് മീൻസ് 1 മേജർ വേവ് കഴിഞ്ഞാൽ എന്താ പറയുന്നത്? പിന്നെ സെക്കൻഡ് വേവിൻ്റെ ഫോൾ ആണ്. അത് ഇവിടെ കംപ്ലീറ്റ് ആയി എന്ന് പറയാം. എക്സാക്ട്ലി നമുക്കിപ്പോൾ എപ്പോഴും കൺഫർമേഷൻ കിട്ടും? അല്ലെങ്കിൽ ഫസ്റ്റ് ഹൈഡ് ബ്രേക്ക് ചെയ്യണം ഓർ 0 കട്ട് ചെയ്യണം. അപ്പോഴേ എന്തെങ്കിലും നമുക്ക് കൺഫർമേഷൻ കിട്ടും. പക്ഷേ ഇതുവരെ മാർക്കറ്റ് ആ സ്ട്രക്ചറിൽ തന്നെയാണ് സ്റ്റക്ഡ് ആണ്. ഓക്കെ, സോ എനിക്കിപ്പോൾ പറയാനുള്ളത് എന്താണ്? നമ്മുടെ ഫിബനാച്ചി എടുക്കാം. റീട്രേസ്മെൻറ്റ് ഫസ്റ്റ് വേവിയുടെ ഹൈ, ദാറ്റ് മീൻസ് സ്പോട്ട് 24,700. ഓക്കെ, ഈ ഒരു ഹൈ ഇത് ഇവിടെ വരുന്നത്, ഈ ഒരു ഹൈ ക്രോസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കൺഫർമേഷൻ കിട്ടും. ദാറ്റ് മീൻസ് സെക്കൻഡ് വേവ് കംപ്ലീറ്റഡ് ആണ് ആൻഡ് വി ആർ ഇൻ എ തേർഡ് വേവ്. ഓക്കെ, നമ്മുടെ ഈ സ്ട്രക്ചർ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു ഇവിടെ ഫസ്റ്റ് വേവ് കംപ്ലീറ്റ് ആയി. സെക്കൻഡ് വേവിയുടെ ഫോൾ വന്ന് 61.80% ആണ്. ഓക്കെ, 61.80% ആണ് സെക്കൻഡ് വേവിയുടെ ഫോൾ ഇതുവരെ വന്നിരിക്കുന്നത്. ബട്ട് ഫസ്റ്റ് വേവിയുടെ ഹൈ കൂടി ഈ ഹൈ കൂടി കട്ട് ചെയ്തിട്ടില്ലല്ലോ. സോ സ്റ്റിൽ ഇത് സെക്കൻഡ് വേവിയുടെ സ്ട്രക്ചർ തന്നെയാണ്. സോ ചാൻസസ് ഉണ്ട് മാർക്കറ്റ് വീണ്ടും 81.20% വരാനുള്ള വെച്ചാൽ. ദാറ്റ് മീൻസ് 24,400. കാരണം റീസൺ എന്താ എന്ന് വെച്ചാൽ ഹൈ കട്ട് ചെയ്തിട്ടില്ല. ഹൈ കട്ട് ചെയ്താലേ നമുക്ക് ഒരു ഇതുണ്ടാവുള്ളൂ, കൺഫർമേഷൻ കിട്ടുള്ളൂ. ദാറ്റ് മീൻ തേർഡ് വേവിലാണ്. സോ ഇതുവരെ വരാനുള്ള ചാൻസസ് സ്റ്റിൽ ഉണ്ട്. ഓക്കെ, സോ അത് നമുക്ക് ഇനി ഈ ലോ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്ത് വെച്ചേക്കാനാണ്. സോ കൺഫ്യൂഷനാണ്. ഓക്കെ, കൺഫ്യൂഷനാണ്, നമ്മളത് സമ്മതിക്കണം. മാർക്കറ്റിൽ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമ്മൾ സമ്മതിക്കണം കേട്ടോ. അല്ലാണ്ട് നമ്മൾ വാശി പിടിച്ചിട്ട് എന്തെങ്കിലും ഒരു സൈഡ് പ്ലേ ചെയ്താൽ ലോസ് തന്നെ ആയിരിക്കുള്ളൂ. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ എനിക്ക് ഇതിന് പറയാൻ. ദാറ്റ് മീൻസ് ഇത് 1 ആണ്, ഇത് 1 ആണ്, ഇത് 2 ആണ്. തേർഡിന് നമുക്ക് കൺഫർമേഷൻ ഇതുവരെ ഇല്ല. ഇതിനെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമേ തേർഡായി. ഓക്കെ, ഇനി തേർഡിൻ്റെ റൂൾ എല്ലാവർക്കും അറിയാമല്ലോ. തേർഡ് ആണെങ്കിൽ ഗ്യാപ്പ് അപ്പ് ആവണം. ഓക്കെ, തേർഡ് വേവ് ആണെങ്കിൽ തേർഡ് വേവ് എപ്പോഴും എങ്ങനെയാണ്? വേവ് ആണ്. തേർഡ് വേവ് എപ്പോഴും ഗ്യാപ്പ് അപ്പ് ചെയ്തിട്ടാണ് ഈ ഫസ്റ്റ് വേവിയുടെ ഹൈ ബ്രേക്ക് ചെയ്യാറുള്ളൂ. സോ ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഇതിൻ്റെ അബവ് പ്രൈസ് പോവുകയാണെങ്കിൽ ദാറ്റ് മീൻസ് അത് തേർഡ് വേവ് ആയിരുന്നു, കൺഫർമേഷൻ ആണ്. ആൻഡ് തേർഡ് വേവിൻ്റെ ടാർഗറ്റ്സ് നമ്മൾ എങ്ങനെയാണ് നോക്കാറുള്ളൂ? എക്സ്റ്റെൻഡഡ് ഫിബനാച്ചി വെച്ചിട്ടാണ്. ഓക്കെ, സോ ട്രെൻഡ് ബേസ്ഡ് എക്സ്റ്റെൻഡഡ് ഫിബനാച്ചി എടുക്കുക ഫ്രം ഹിയർ ടു ഇങ്ങനെ. ഓക്കെ, ഇതിങ്ങനെ വെക്കണം. 2 ഡേ ലോ ഫസ്റ്റ് ആൻഡ് 2 ഡേ ലോ. ഇതെങ്ങനെ വെക്കണം, എങ്ങനെ യൂസ് ചെയ്യണം, ഇതിൻ്റെ ഫുൾ വീഡിയോസ്, ഫുൾ എക്സ്പ്ലനേഷൻ ഞാൻ എൻ്റെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ചാനലിൽ നമ്മൾ പ്ലേലിസ്റ്റിൽ പോവുകയാണെങ്കിൽ അവിടെ ലേണിംഗ് വീഡിയോസിൻ്റെ ഒരു ഫോൾഡർ ഉണ്ട്. അതിനകത്ത് ഫുൾ എക്സ്പ്ലനേഷൻ, എലിയറ്റ് വേവ് തിയോറീസിൻ്റെ 3 വീഡിയോസ് ഉണ്ട്. പിന്നെ ABC കറക്ഷൻ്റെ വീഡിയോ ഉണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് വീഡിയോ ഞാൻ ഷെയർ ചെയ്തായിരുന്നു, ലാസ്റ്റ് വീഡിയോ. അത് ലാസ്റ്റ് ഡേ
ഒന്ന് തേഴ്സ്ഡേ ഐ തിങ്ക് ആയിരുന്നു, തേഴ്സ്ഡേ ഈവനിങ്. സോ ആ വീഡിയോ മസ്റ്റായിട്ട് കാണും. നല്ലൊരു എക്സ്പ്ലനേഷനാണ്. ഹോപ്പ് ഒത്തിരി പേർ കണ്ടിട്ടുണ്ട്, ഒത്തിരി പേര് ലൈക്കും ചെയ്തു, ഒത്തിരി പേര് കമൻറ്റ്സ്, ഇഷ്ടംപോലെ കമൻറ്റ്സ് വന്നിട്ടുണ്ട്. ഞാൻ ഹാപ്പിയാണ്, എല്ലാവരും കാണുന്നുണ്ട്, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അതാണ് എനിക്ക് മെയിൻ പറയാനുള്ളത്. ഓക്കെ, സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, സപ്പോർട്ടും ചെയ്യണം എല്ലാവരും കൂടി. ആൻഡ് വീഡിയോസ് കാണുന്നു, അത് പ്രോപ്പർ ജെന്വൻ വീഡിയോസ് ആണ് ആസ് പെർ മീ. അത് ഫുൾ മീൻസ് ഒരു നോർമൽ കാൽക്കുലേഷൻസ് ആണ് ആ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തേക്കുന്നത്. ഓക്കെ, സോ അത് മസ്റ്റായിട്ട് എല്ലാവരും കാണുന്നു. ഓക്കെ, സോ ഇനി തേർഡ് വേവിൻ്റെ ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ മൺഡേ, സോ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ മൺഡേ നമ്മുടെ റെസിസ്റ്റൻസ് ഒക്കെ എന്തായിരിക്കും? 81.20%. ഓക്കെ, ഇതാണ് നമ്മുടെ ലെവൽസ്, റെസിസ്റ്റൻസ് ലെവൽ. ഓക്കെ, 100% ആൻഡ് 127% ഞാൻ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റെസിസ്റ്റൻസ്. ഓക്കെ, ഇതൊക്കെ എല്ലാം റെസിസ്റ്റൻസ് ആണ് നമ്മുടെ ഓൾറെഡി. പിന്നെ 127% ബാക്കിയൊക്കെ എല്ലാം ഞാൻ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ മൺഡേ ഇനി ഗ്യാപ്പ് അപ്പ് ആണോ? ഇങ്ങനെ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഓപ്പൺ ഈക്വൽ ടു ഹൈ ആണോ കൂടി ശ്രദ്ധിച്ചേക്കണം. റീസൺ ഞാൻ പറയാം. ഒത്തിരി പേരെ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ, റെഗുലർ ബേസിൽ ഫോളോ ചെയ്യുന്നുണ്ട്, അവർക്ക് അറിയായിരിക്കും. ഫസ്റ്റ് വേവ് ഞാൻ എപ്പോഴും പറയാം, ഫസ്റ്റ് വേവ് ചെറുതാണെങ്കിൽ ബാക്കി വേവ്സ് എല്ലാം ബുള്ളിഷ് ആയിരിക്കും. ബട്ട് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വേവ് ഉണ്ടല്ലോ, ഈ ഒരു വേവ് ഇത് ഭയങ്കര ഹെവി ആയിപ്പോയി, ഒത്തിരി വലുതായിപ്പോയി. മനസ്സിലായോ? ഒത്തിരി ഒറ്റയടിക്ക് ഇങ്ങനെ മാർക്കറ്റ് പ്രൈസ് മുകളിലേക്ക് പോയേക്കാനാണ് ഇതിനകത്ത് 50 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ. സോ മേ ബി സെക്കൻഡ് വേവ് ചെറുതായിട്ട് ഒന്ന് ഫോളോ ചെയ്യുള്ളൂ, അതങ്ങനെയാണ് റൂൾ. തേർഡ് വേവ് ആൻഡ് ഫോർത്ത് വേവ് ആൻഡ് ഫിഫ്ത്ത് വേവ് ഒക്കെ വീക്ക് ആയിരിക്കും, അങ്ങനെയാണ് യൂഷ്വലി. ബട്ട് നോക്കാം. ഇനി ഇതിൻ്റെ അബൌട്ട് 24,840 അബവ് പോവുകയാണെങ്കിൽ അത് 100% ഒരു റൂളാണ്, റൂൾ ഓഫ് ഇക്വാലിറ്റി. അത് ഞാൻ ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ അത് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല സ്റ്റാർട്ടിങ്ങിൽ തന്നെ. അതും ബേസിക് എല്ലാവരും പഠിക്കണം കേട്ടോ. ബേസിക് എല്ലാവരും പഠിച്ചാലേ ആ ബാക്കി പിക്ചർ ക്ലിയർ ആവുള്ളൂ. ഓക്കെ, സോ ഇതാണ് 100% ലെവൽ നമ്മുടെ 840. അതിപ്പോൾ മാറിയിരിക്കുന്നത്. ഒരു സെക്കൻഡ്, പിൻ പോയിൻ്റ് ഉണ്ട്, ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ എക്സാക്ട്ലി. എപ്പോഴും പിൻ പോയിൻ്റ് നമ്മൾ വെക്കണം കേട്ടോ. യെസ്, ഓക്കെ, ഇപ്പോൾ കറക്റ്റായി. സോ ഇത് തന്നെ 24,830 ഇതിൻ്റെ അബവ് പ്രൈസ് സസ്റ്റെയിൻ ആയ. ദാറ്റ് മീൻസ് പിന്നെ നമുക്ക് ടെൻഷൻ ഇല്ല. ദാറ്റ് മീൻസ് പിന്നെ നല്ല ഹ്യൂജ് മൂവ് അപ്കമിങ് നമുക്ക് കിട്ടാൻ 930 ആൻഡ് ഇതൊക്കെ പോകാൻ 25,000 ഒക്കെ പോകാൻ പിന്നെ ചാൻസസ് ഉണ്ട്. അതിൻ്റെ അബവ് പോകാനുള്ള വെച്ചാൽ തേർഡ് വേവ് തന്നെ. തേർഡ് വേവ് റിജക്ഷൻ തരുവാണെങ്കിൽ പിന്നെ ഈ രണ്ട് ലെവൽസാണ്, ഏതാ 760 ആൻഡ് 830. ഇവിടെ നിന്നാണ് റിജക്ഷൻ തരാനുള്ള ചാൻസസ് ഉണ്ടാവും. സെക്കൻഡ് വേവ് ഫെയിലിയർ, ദാറ്റ് മീൻസ് ഞാൻ പറഞ്ഞില്ല, തേർഡ് വേവ് വീക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ടാവും. കാരണം ഫസ്റ്റ് വേവ് അത്രയ്ക്ക് വലുതായില്ലേ. ഈ ഫസ്റ്റ് വേവ് നോക്കുകയാണെങ്കിൽ ഇത് ഒത്തിരി വലുതായില്ലേ, അതാണ്. ഓക്കെ, സോ ഏതായാലും നമുക്ക് നോക്കാം എനിവേ. പിന്നെ ഇനി നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് നിയറസ്റ്റ് റെസിസ്റ്റൻസ് ഞാൻ ഇത് തന്നെ പറയുള്ളൂ, ഇതാണ്. ഓക്കെ, ഇതിൻ്റെ അബവ് പോയ പ്രൈസ് ബുള്ളിഷ് ആകും. പിന്നെ ബിയറിഷ് ഇതിൻ്റെ ബിലോ ആയിരിക്കുള്ളൂ, 24,600. ഓക്കെ, 24,000 ഇതിൻ്റെ ബിലോ പ്രൈസ് പോകാൻ തുടങ്ങിയാൽ ഫെർദർ ഡൗൺ സൈഡ് നമുക്ക് കിട്ടും. അത് പിന്നെ ഇത് ഈ ലെവൽ 24,540 ആൻഡ് ഓക്കെ, അങ്ങനെ കൗണ്ട് ചെയ്ത് 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ വന്നിട്ട് ചെറിയൊരു സ്കാൽപ്പൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇറങ്ങാം. ഞാനത് ഓൾറെഡി വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. സ്കാൽപ്പ് എങ്ങനെയാണ് 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എങ്ങനെ മാർക്കറ്റ് മൂവ് ചെയ്യാറുണ്ട്, എങ്ങനെയാണ് നമുക്ക് ക്യാപ്ചേർഡ് ചെയ്യേണ്ടത്, ആ വീഡിയോ മസ്റ്റായിട്ട് എല്ലാവരും കാണണം. ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം അത്. ഓക്കെ, എത്ര ഉള്ളൂ എനിക്ക് നിഫ്റ്റി പറയാൻ. ബാങ്ക് നിഫ്റ്റി പോകാൻ വേഗം. വീഡിയോ ഒത്തിരി ലോങ് ആവാതിരിക്കാനാണ് ഞാൻ വേഗം ഷെയർ ചെയ്യാറുണ്ട് അനാലിസിസ്. കാരണം എന്ന് വെച്ചാൽ ആളുകൾ വീഡിയോസ് ഫുള്ള് കാണുന്നില്ല, ഫുള്ള് കാണുന്നു കേട്ടോ. നമ്മൾ വീഡിയോസ് ഫുൾ കണ്ടാലേ നിങ്ങൾക്ക് പിക്ചർ ആ ഒരു ക്ലിയറിറ്റി ആവുള്ളൂ. കാരണം എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പം സപ്പോസ് മാർക്കറ്റിൽ ഒത്തിരി പേര് ന്യൂ കമേഴ്സാണ്, അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് അത് പിടിക്കുകയില്ല, അവർക്ക് ജസ്റ്റ് ഒന്ന് ലെവൽ മാത്രം കണ്ടാൽ മതി. ബട്ട് എക്സ്പീരിയൻസ് ആയിക്കാരം ഒരു 2-3 ഇയേഴ്സ് കഴിഞ്ഞാലേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ മാർക്കറ്റിൻ്റെ ജെന്വിൻ പിക്ചർ എന്താണ്. ദാറ്റ് മീൻസ് നമ്മൾ ചാർട്ടിൽ ടൈം സ്പെൻഡ് ചെയ്യണം, അതാണ് മെയിൻ. ചാർട്ടിൽ ടൈം കൊടുക്കണം, അതാണ് നമുക്ക് കൂടുതൽ പറഞ്ഞത്. ഞാനും അങ്ങനെ തന്നെ ചാർട്ടിൽ ഒത്തിരി ടൈം കൊടുക്കാറുണ്ട്, ചാർട്ട് റീഡ് ചെയ്യാൻ, എങ്ങനെയാണ് റീഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്. ഇനി ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ വേഗം ബാങ്ക് നിഫ്റ്റി അനാലിസിസ് എടുക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ ഇതൊക്കെ ഞാൻ അന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ABC ഒരു സ്ട്രക്ചർ ഇവിടെ സ്റ്റക്കാണ് ഈ ഒരു ഫുൾ ഏരിയയിൽ. ഇതിൻ്റെ അകത്ത് ബ്രേക്ക് ഡൗൺ എന്തെങ്കിലും കിട്ടിയാൽ മാത്രമേ എന്തെങ്കിലും ഉള്ളൂ, അല്ലെങ്കിൽ സ്കാൽപ്പ് ചെയ്ത് വെറുതെ ഇറങ്ങാം. ഇതാണ് റെസിസ്റ്റൻസ്. ഓക്കെ,
ഒന്നും ചെയ്യേണ്ടതാണ്. അത് ഓൾറെഡി ഈ ലെവൽ തന്നെ. ഞാൻ സമയം ഇതിനകത്ത് പിക്ചർ ക്ലിയർ ഇല്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഓക്കെ. പിന്നെ സെൻസെക്സ് നിഫ്റ്റിയുടെ പോലെ തന്നെയാണ്. ഇതിൻ്റെ എല്ലാം ഓൾറെഡി മാർക്കാണ്. ഈ റെസിസ്റ്റൻസ് ഒക്കെ എല്ലാം ഞാൻ ലാസ്റ്റ് വീഡിയോ ഷെയർ ചെയ്ത് എന്നോട് പ്രോപ്പർലി റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഇതിൻ്റെ ലെവൽസൊക്കെ എല്ലാം തേർഡ് വേവ് അങ്ങനെ ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ തേർഡ് വേവിൻ്റെ പോലെ തന്നെ അങ്ങനെ നമ്മുടെ ഈ ലോ ആൻഡ് ദെൻ ഹൈ ആൻഡ് ദെൻ ഇതുപോലെ തന്നെ അങ്ങനെ യൂസ് ചെയ്താൽ മതി. ഓക്കെ. എനിക്കൊന്നും പറയാനില്ല. ഓക്കെ. സോ ഇനി നമുക്ക് വേഗം ബാങ്ക് നിഫ്റ്റി അനാലിസിസ് ഇനി മിഡ് ക്യാപ് നിഫ്റ്റിയുടെ അനാലിസിസ് ചെയ്യാം. 1-2 പേരിൻ്റെ ക്രൂഡിൻ്റെ അനാലിസിസ് ചോദിച്ചായിരുന്നു. ക്രൂഡ് ആക്ച്വലി ഭയങ്കര സൈഡ് വേസ് ആണ്, അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യുന്നില്ല. വേണമെങ്കിൽ ക്രൂഡ് ഞാൻ ആഡ് ചെയ്തേക്കാം. ക്രൂഡ് ജസ്റ്റ് സപ്പോർട്ടിൻ്റെ റെസിസ്റ്റൻസ് മാത്രം ഷെയർ ചെയ്താൽ മതിയല്ലോ. ഓക്കെ. സോ ജസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രൂഡ് ആഡ് ചെയ്യാനാണെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. യെസ്. ഇനി നമ്മുടെ നിഫ്റ്റി മിഡ് ക്യാപ്സിൽ ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് ആയിട്ട് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ 1, 2, 3 and 4ൻ്റെ കൺസൾട്ടേഷനാണ് ഇതിപ്പോൾ നടക്കുന്നത്. 4ൻ്റെ ഫിബ്രവരി ട്രീറ്റ്മെൻറ്റ് എടുക്കാം. 4th ആണെങ്കിൽ 50%. ആ റൂൾസാണ്, ശ്രദ്ധിക്കുക എല്ലാവരും കൂടി. റൂളാണെങ്കിൽ അത് പ്രോപ്പർലി റൂൾ ഫോളോ ചെയ്യണം മാർക്കറ്റ്. ഓക്കെ. സോ ഇത് ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും. 50% എല്ലാവരും നോക്കിക്കോ. 12,600 ആണ്. ഇതിൻ്റെ ബില്ല് പോവുകയാണെങ്കിൽ സപ്പോസ് മാർക്കറ്റ് 50% നമ്മളെ 4th വേവ് ആണ്. നമ്മൾ ആസ് പെർ മീ ഇപ്പോൾ ഇത് 50% ആണെന്ന് വിചാരിച്ചു. ഓക്കെ. 4th വേവ് ആണ്. 4th വേവിൻ്റെ ഫോളാണ് കൺസൾട്ടേഷൻ. സോ 50% ഹോൾഡ് ചെയ്യണം. ആൻഡ് അവിടെ ട്രയാങ്കിൾ ഓർ 333 കറക്ഷൻ ഫോം ചെയ്യണം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് 5th വേവിലേക്ക് മുകളിലേക്ക് പോവുകയുള്ളൂ. ഇൻ കേസ് 50% ബ്രേക്ക് ചെയ്ത അപ്പോൾ ഈ സ്ട്രക്ചർ ABC ആയിരുന്നു. നമ്മുടെ കൗണ്ടിങ് തന്നെ റോങ് ആയിരിക്കുള്ളൂ. ഓക്കെ. ABC സ്ട്രക്ചർ ആയിരിക്കും. ആൻഡ് താഴേക്ക് വരുന്ന ഫോലും ABC ആയിട്ട് താഴേക്ക് വരുള്ളൂ. ഇതാണ് റൂൾസ്. മനസ്സിലായി? ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ട് ചോദിക്കുക കമൻറ്റ് സെക്ഷൻ. സാർ അങ്ങനെ അല്ലെങ്കിൽ എന്താകും, ഇങ്ങനെ അല്ലെങ്കിൽ എന്താകുമെന്ന് അങ്ങനെ ചോദിക്കണം ഡൗട്ട്സ് കേട്ടോ. ഈ ഡൗട്ട്സ് വരുന്നില്ല ഈ കമൻറ്റ് സെക്ഷനിൽ. ഏറ്റവും രസം ഇതാണ്. എന്താണ് ഡൗട്ട് ചോദിക്കാത്തത്? ഡൗട്ട് ചോദിക്കുക. വരുന്നുണ്ട് കുറച്ച് പേര് ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്. ബട്ട് എല്ലാവരും കൂടി ചോദിക്കുക. ഇങ്ങനത്തെ ഡൗട്ട്സാണ് എനിക്ക് നമ്മുടെ ജനുവലി ഞാൻ ഒരു കാഷ്വൽ നോർമലി ഞാൻ പറയാം. ഞാനും അങ്ങനെ ഒരു നിങ്ങളുടെ പോലെ തന്നെ ഒരു ലേണിംഗ് സെഷനിൽ ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ പഠിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ എനിക്കും അങ്ങനത്തെ ഒരു ഡൗട്ട്സ് വരും. ഇങ്ങനത്തെ ഒരു ഡൗട്ട്സ് നമ്മളിപ്പോൾ നോർമലി അങ്ങോട്ട് നമ്മൾ ഡൗട്ട്സ് ചോദിക്കണം കേട്ടോ. സാർ അങ്ങനെ അല്ലെങ്കിൽ 50% ഹോൾഡ് ചെയ്യുന്നെങ്കിൽ അപ്പോൾ എന്താ എല്ലാത്തിൻ്റെ റീസൺ ഉണ്ട്. സോ ഇൻ കേസ് 50% ഹോൾഡ് ചെയ്ത് ദാറ്റ് മീൻസ് കറക്ഷൻ അത് ഇത് ABC ആയിരുന്നു, താഴേക്ക് വരുന്നത് ABC ആയിട്ട് തന്നെ താഴേക്ക് വരുള്ളൂ. ദാറ്റ് മീൻസ് 50% നമ്മൾ 4th വേവിൻ്റെ ഫോൾ അല്ല അത്. അങ്ങനെ ജെന്വൻ ആണെങ്കിൽ അത് അവിടെ തന്നെ എക്സാക്ട്ലി അവർ അങ്ങനെ തന്നെ ആ ഒരു പാറ്റേൺ ഡെവലപ്പ് ചെയ്യാൻ 50% തന്നെ ഹോൾഡ് ചെയ്യും. മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട് 50% ഹോൾഡ്. ആൻഡ് 15 minutes ടൈം ഫ്രെയിമിലാണെങ്കിൽ പിന്നെ ചോദിക്കുക വേണ്ട. ദാറ്റ് മീൻസ് അത് പ്രോപ്പറാണ്. 1 minute ടൈം ഫ്രെയിം, 5 minutes ടൈം ഫ്രെയിമൊക്കെ ട്രാപ്പിംഗ് നടക്കും പറയാം. 15 minutes ആൻഡ് 15 minutes അബവ് പോയാൽ പിന്നെ ട്രാപ്പിംഗ് ചാൻസസ് റെയറാണ്, കുറവാണ്. ഓക്കെ. സോ പ്രോപ്പർലി ഹോൾഡ് ചെയ്യുമായിരിക്കും. ഓക്കെ. സോ എനിവേ എനിക്ക് വേറെ കൂടുതലൊന്നും പറയാനൊന്നുമില്ല. സോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.